അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ പെട്ടെന്ന് കയറി വന്നു. ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. നമുക്കിവിടെ അദ്ദേഹവുമില്ല, കയറി വരാൻ ഫ്രണ്ട്സുമില്ല. സോ നമുക്ക് ക്യാരറ്റ് ഹൽവയില്ല, ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കി നിങ്ങൾ നോക്കിയിട്ട് വരൂ. ഈ ഒരു മെഷറിംഗ് കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു കപ്പിന് 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം. അത് ഈ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ കേക്ക് ട്രേ ആണിത്. കേക്ക് ട്രേ നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട് സെറ്റ് ചെയ്തെടുക്കണം. ബട്ടർ പേപ്പർ ഇല്ലാത്തവർ വിഷമിക്കണ്ട. ഇതേപോലെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് കുറച്ച് ബട്ടർ ഒഴിച്ച് സെറ്റ് ആക്കുമ്പോൾ നമുക്ക് ബട്ടർ പേപ്പർ റെഡി. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 1 കപ്പ് മൈദയിൽ നിന്ന് 1 സ്പൂൺ മൈദ മാറ്റിയിട്ട് അതിന് പകരം 1 സ്പൂൺ കോൺഫ്ലോറും കൂടി ഇടണം. അതിനുശേഷം അതിനകത്തേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി ഇട്ട് സെറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് അടിച്ച് മാറ്റി വെക്കണം. നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് 2 മുട്ട എടുത്ത് അടിച്ചെടുക്കുക. അതിലേക്ക് വാനില എസൻസ് വെച്ച് വീണ്ടും അടിക്കുക. പിന്നെ നമുക്ക് 1/2 കപ്പ് എണ്ണയും പൊടിച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക. പിന്നെ അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിനകത്തേക്ക് മൈദാമാവ് കുറച്ചായിട്ട് നമുക്ക് 3-4 തവണയായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചെടുത്ത് 1 സ്പൂൺ മൈദ ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ ബാറ്റർ നമുക്ക് കേക്ക് ട്രേയിലേക്ക് ഒഴിക്കാം. ഇതൊരു 1/4 ഭാഗം മാത്രം നിൽക്കുന്ന രീതിയിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ ഇത് ബേക്കായി വരുമ്പോഴത്തേക്ക് പൊന്തി പുറത്ത് വരും. പിന്നെ നമുക്ക് ഒരു സ്ക്വയർ കിട്ടാത്തതുകൊണ്ട് നമ്മൾ പപ്പടം കുത്തി വെച്ചിട്ടാണ് ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. ഇതൊരു 15 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് ബാറ്റർ അതിനകത്തേക്ക് വെച്ചിട്ട് ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്യണം. ഒരു 30 മിനിറ്റ് ആകുമ്പോൾ തന്നെ അതിന് സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കിയിട്ട് സ്ക്വയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ പപ്പടം കുത്തി എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കണം. കുത്തി നോക്കുമ്പോൾ അതിനകത്ത് മാവ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി. മാവ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ബേക്ക് ചെയ്തിട്ട് എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയുണ്ടാണ് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കഴിഞ്ഞ പോലെ ഇരിക്കുന്നത്. എന്നാലും നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ബൈ ബൈ.